നാടെങ്ങും ഇന്ന് ലോക ജലദിനം ആചരിക്കുമ്പോൾ 21-ാം നൂറ്റാണ്ടിലും ഡാമിൽ കുഴികുത്തി കുടിവെള്ളം കണ്ടെത്തേണ്ട ഗതികേടിലാണ് പാലക്കാട് മലമ്പുഴയിലെ വനവാസി ജനങ്ങൾ. മലമ്പുഴ, ഏലാക്ക, ആനക്കല്ല്, കൊല്ലംകുന്ന് തുടങ്ങിയ മേഖലയിലെ ജനങ്ങളാണ് ഡാമിൽ മുട്ടറ്റം ആഴത്തിൽ കുഴികുത്തി കുടിവെള്ളം കണ്ടെത്തുന്നത്. കാലങ്ങളായി പരാതി പറഞ്ഞിട്ടും തങ്ങളുടെ ദുരിതം പരിഹരിക്കപ്പെടുന്നില്ലെന്നും വനവാസി ജനങ്ങൾ പറയുന്നു. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഴി കുഴിച്ചിട്ട് വെള്ളം കിട്ടുക. ചിലപ്പോൾ വെള്ളം കിട്ടിയാൽ കിട്ടും. ഇതിന് കുറയാകുമ്പോൾ ഇത് വറ്റിപ്പോവും. ഉറവ് പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടൂല. പിന്നെ വെള്ളത്തിന് ഞങ്ങൾ ബുദ്ധിമുട്ട് ഭയങ്കര. കുറേ കാലമായി ഞങ്ങളിവിടെ ഇരിക്കാൻ പോലത്തൊട്ട് അങ്ങനെ തന്നെയാണ്. പരാതിയൊക്കെ പറയുന്നുണ്ട്, എന്നിട്ട് എന്താ കാര്യം? എന്നിട്ട് ഒരു കാര്യമില്ല. പരാതി പറഞ്ഞിട്ടും നാളെ പിന്നെ ഇനി പൈപ്പ് ഇട്ട് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കുറേ നാളായി. ബാക്കിയുള്ളവർക്കൊക്കെ ഇട്ട് കൊടുത്തു പൈപ്പ്. ഞങ്ങൾക്ക് മാത്രം ഇന്ന് വരെയായിട്ട് പൈപ്പും കുടിവെള്ളം ഒന്നും കിട്ടിയിട്ടില്ല. വേനൽ കടുത്തതോടെ മലമ്പുഴയിലെ വനവാസി ജനങ്ങളുടെ സ്ഥിതി ഇതാണ്. ഡാമിൽ കുഴികുത്തി കുടിവെള്ളം കണ്ടെത്തേണ്ട അവസ്ഥ. കലങ്ങി മറിഞ്ഞ വെള്ളമാണ് കുഴിയിൽ നിന്നും ലഭിക്കുക. അരിച്ചെടുത്ത് വേണം ഉപയോഗിക്കാൻ. പഞ്ചായത്തിലും MLA-യോടും MP-യോടുമെല്ലാം പലതവണ ദുരവസ്ഥ വനവാസി ജനങ്ങൾ അറിയിച്ചതാണ്. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. കുഴി കുത്തിയിട്ട് ഞങ്ങൾ വെള്ളം എടുക്കുക. പിന്നെ വേനലായി പിന്നെ വെള്ളമൊക്കെ ഇറങ്ങിപ്പോവും. പിന്നെ വെള്ളം കിട്ടില്ല. സ്കൂളിലേക്ക് പോകുമ്പോൾ വെള്ളം കോരിട്ട് വേണം കൊണ്ടുപോയിട്ട് കുളിക്കാൻ. പാലക്കാട് നഗരത്തിന്റെ മുഴുവൻ ദാഹമകറ്റുന്നത് മലമ്പുഴ ഡാമാണ്. എന്നാൽ അതേ ഡാമിനരികിൽ കഴിയുന്നവരാണ് ഒരു തുള്ളി വെള്ളത്തിനായി കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നത്. കാലം ഏറെ പുരോഗമിച്ചിട്ടും കുഴികുത്തി കുടിവെള്ളം കണ്ടെത്തുന്നത്. ഒന്നോ രണ്ടോ വർഷമല്ല, പതിറ്റാണ്ടുകളായി മലമ്പുഴയിലെ വനവാസി ജനങ്ങൾ ഈ ഡാമിൽ കുഴികുത്തി വെള്ളമെടുക്കാൻ തുടങ്ങിയിട്ട്. ലോകം വീണ്ടും ഒരു ജലദിനം ആചരിക്കുമ്പോഴും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവുമായിട്ടില്ല. ക്യാമറമാൻ PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.